വെറും ഫുട്ബോൾ കഥകളല്ല, ലോക ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയുടെ ഫുട്ബോളിന്റെ ഹൃദയം എവിടെയാണ് ഇരിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാം പറയും ബംഗാളാണ്, പശ്ചിമ ബംഗാളാണെന്ന്. അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തിന്റെ പേര് പറയും. മറ്റേതൊരു സംസ്ഥാനങ്ങളുമല്ല, നമ്മുടെ കേരളമാണ്. നമ്മുടെ കേരളം തന്നെയാണ് ഹെഡ് ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ. എൻ്റെ ഗൂസ് ബംസ് കണ്ടോ, രോമം ഇങ്ങനെ എഴുന്നേറ്റ് വരികയാണ്. കേരളം തന്നെയാണ് ഹെഡ് ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ. ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കിക്ക് ഓഫിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക്, അല്ലെങ്കിൽ രണ്ടാമത്തെ വീഡിയോയിലേക്ക്. നാം ഈ ഫുട്ബോളിനെ പറ്റി പറയുന്നതിന് കിക്ക് ഓഫ് 2026 എന്നാണ് പറയുന്നത്. അതിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ലോകത്തിലെ തന്നെ ഏറ്റവും ജനപ്രിയമായ കായിക മത്സരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിക്കറ്റ് നമ്മൾ പറയുമോ? ക്രിക്കറ്റ് എവിടെയാണ്? വളരെ കുറച്ച് രാജ്യങ്ങളിലാണുള്ളത്. ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഒരേ ഒരു ഉത്തരമേയുള്ളൂ, അതാണ് ഫുട്ബോൾ. കുഞ്ഞു കുട്ടി മുതൽ പ്രായമായവരെ വരെ, അതായത് ആബാലവൃദ്ധം ജനങ്ങളെയും ഹരം പിടിപ്പിക്കുന്നതാണ് ഫുട്ബോൾ. ഒരുപക്ഷെ ഒരു പന്തിനെ 22 പേർ 90 മിനിറ്റ് പിന്തുടരുന്നതിൽ എന്താണ് ഇത്ര വലിയ പ്രത്യേകത എന്ന് നിങ്ങൾ ചോദിക്കും. എന്തുകൊണ്ടാണ് ലോകകപ്പ് ഫൈനൽ കാണാൻ കോടിക്കണക്കിന് ജനങ്ങൾ കാത്തിരിക്കുന്നതെന്നറിയും. ടെലിവിഷന്റെ മുമ്പിലും നേരിട്ടും റേഡിയോയുടെ മുമ്പിലും കാത്തിരുന്നു. എന്തുകൊണ്ടാണ് ഒരു ഗോൾ വീഴുമ്പോൾ ഒരു രാജ്യം മുഴുവൻ തട്ടഹസിക്കുന്നത്, ആഘോഷിക്കുന്നത്, തലയ്ക്കുന്നത്? ഒരു തോൽവി വരുമ്പോൾ ലക്ഷക്കണക്കിന് ആരാധകരാണ് കണ്ണുനീർ പൊഴിക്കുന്നത്. ഒരു പെനാൾട്ടി ഷൂട്ടൗട്ടിൽ പെടുമ്പോൾ, അതിലൂടെ ജയിക്കുമ്പോൾ എപ്പോഴും സന്തോഷവും സങ്കടവും ചേർന്നു വരുന്ന, അല്ലെങ്കിൽ സമ്മിശ്രമായ ഒരു വികാരം അവിടെ ഉണ്ടാക്കുന്നതാണ്. 22 പേര് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ഓർക്കുന്നത്. തമാശയായി പോകുന്നൊരു കാര്യം തന്നെയാണ്. ഒരു വൈദികൻ ആ ഇടവകയുടെ വികാരിയാണ്. അദ്ദേഹത്തെയാണ് ഫുട്ബോൾ മത്സരം ഉദ്ഘാടനത്തിന് വേണ്ടി വിളിച്ചത്. അദ്ദേഹം ഘോരം പ്രസംഗിച്ചു. അതിനുശേഷം അദ്ദേഹം കളി കണ്ടു. കളി കണ്ടപ്പോൾ അദ്ദേഹം സശ്രദ്ധം ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് കളിക്കാർ. 22 പേരും ഓടുകയാണ്. അത് 2 പേര് ഗോൾ പോസ്റ്റിനടുത്ത് നിന്ന് മാത്രമേ ഉള്ളൂ. കളി തീർന്നു. ഫൈനലിൽ കപ്പ് അവർക്ക് കൊടുക്കുകയാണ്. ആ സമയത്ത് അച്ഛൻ ഒരു കാര്യം അവരോട് പറഞ്ഞു: കുഞ്ഞാടുകളെ, അടുത്ത വർഷം നിങ്ങൾക്കായി ഞാനൊരു ഗിഫ്റ്റ് തരുന്നതാണ്. എൻ്റെ ഇടവകയിൽ സമ്പന്നരായ ഒത്തിരി പേരുണ്ട്. അവരോട് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു സമ്മാനങ്ങൾ വാങ്ങിത്തരും. അപ്പൊ എല്ലാവർക്കും സന്തോഷമായി. അച്ഛൻ അങ്ങനെ പറഞ്ഞതിൽ അച്ഛൻ വീണ്ടും പറയുകയാണ്: ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരോ ഫുട്ബോൾ വാങ്ങിച്ചു തരും. നിങ്ങൾ ആ ഒരു ബോളിന് വേണ്ടി അല്ലേ നിങ്ങൾ ഓടിക്കൊണ്ടിരുന്നത്? 22 പേർക്കും ഓരോ ബോൾ തരികയാണെങ്കിൽ ഈ ഓടേണ്ട ആവശ്യമുണ്ടോ? അതെ, അറിവില്ലാത്തവർക്ക് പോലും ഉന്മേഷം പകരുന്ന, എനർജറ്റിക് ആക്കുന്ന ഒന്നാണ് ഫുട്ബോൾ. ഫുട്ബോൾ എന്നത് വെറും ഒരു കളിയല്ല എന്ന് ഞാൻ പറഞ്ഞു. അത് ചരിത്രമാണ്, സംസ്കാരമാണ്, വികാരമാണ്, രാജ്യസ്നേഹമാണ്. കോടിക്കണക്കിന് മനുഷ്യരെ ഒരേ വികാരത്തിൽ ഒന്നിപ്പിക്കുന്ന ഒരു ഭാഷയാണ് ഫുട്ബോളിന്റെ ഭാഷ. ഈ പരമ്പരയിൽ ആദ്യമായി ഫുട്ബോൾ കാണുന്ന ഒരാൾക്കും മനസ്സിലാകുന്ന രീതിയിൽ ആണ് ഞാൻ തുടങ്ങുന്നത്. ഫുട്ബോളിനെ പറ്റി തന്നെ. ഫുട്ബോൾ എവിടെയാണ് ജനിച്ചത്? ഫിഫ
എങ്ങനെ രൂപം കൊണ്ടു, ലോകകപ്പ് എങ്ങനെ ആരംഭിച്ചു, എന്ന് ആരംഭിച്ചു, ട്രോഫിയുടെ പിന്നിലെ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്, ലോകത്തെ വിസ്മയിപ്പിച്ച മത്സരങ്ങൾ ഏതൊക്കെയാണ്, ഇതിഹാസ താരങ്ങൾ ആരൊക്കെയാണ് പിറന്നത് എന്നിങ്ങനെ ഓരോ വിഷയവും ചരിത്രരേഖകളുടെയും അത്ഭുതങ്ങളുടെയും കൗതുകങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിവിധ വീഡിയോകളിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങളെയും ഒരുമിച്ച് ഞാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ കായികോത്സവത്തിന്റെ അത്ഭുത ലോകത്തേക്ക് യാത്ര തുടങ്ങാം. ഇന്ന് നമ്മൾക്ക് ഒരു ടീമിൽ എത്ര പേരായിരുന്നു? ആദ്യം അത് തന്നെയാണ് നാം നോക്കുന്നത്. നിങ്ങൾ നോക്കൂ, എണ്ണി നോക്കൂ. അതിൽ കാണുന്നത് 11 പേര് ഒരു ടീമിന്. അതിനപ്പുറത്ത് മറ്റു ടീമിനും 22 പേര്, അല്ലെങ്കിൽ 7. സെവൻസ് എന്നറിയപ്പെടുന്ന മലപ്പുറത്തിന്റെ കളിയാണ്, കാൽപന്ത് കളിയാണ് സെവൻസ് എന്ന് പറയുന്നത്. അതിന്റെ താരരാജാക്കന്മാരാണ് മലപ്പുറംകാര്. ചെറിയ ഗ്രൗണ്ട് മതി. ഫുട്ബോളിന്റെ തുടക്കത്തിൽ 22 പേരായിരുന്നോ 7 പേരായിരുന്നോ? ആദിമകാലത്ത് ഒരു ടീമിൽ 11 പേർ എന്ന നിയമം ഉണ്ടായിരുന്നില്ല. ആദ്യകാല ചരിത്രം ഞാൻ പറയാം. ചൈനയിലെ കുജു, ജപ്പാനിലെ കെമാറി, യൂറോപ്പിലെ മധ്യകാല മോക്ക് ഫുട്ബോൾ തുടങ്ങിയ കളികളിൽ കളിക്കാരുടെ എണ്ണം നിശ്ചിതമായിരുന്നില്ല. ചിലപ്പോൾ ഒരു ഗ്രാമത്തിൽ നിന്നുള്ള 100 കണക്കിന് ആളുകൾ വരെ ഒരുമിച്ച് കളിക്കുമായിരുന്നു. ഒരു പന്തിനെ എതിർ ഗ്രാമത്തിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു പ്രധാനമായ ലക്ഷ്യം. അവരുടെ പന്ത് കളി അതായിരുന്നു. വ്യക്തമായ നിയമങ്ങളോ നിശ്ചിത ടീമംഗങ്ങളുടെ എണ്ണമോ അവിടെ ഉണ്ടായിരുന്നില്ല. 100 കണക്കിന് ആളുകളായിരുന്നു ആ ഒരു പന്തിന്റെ പിന്നാലെ പോയിരുന്നത്. എന്നാൽ ഈ 11 പേരെന്ന നിയമം എപ്പോഴാ വന്നത്? 1863 ദി ഫുട്ബോൾ അസോസിയേഷൻ രൂപീകരിച്ചപ്പോൾ ഫുട്ബോളിന് പൊതു നിയമങ്ങൾ ഉണ്ടായി. എന്നാൽ അപ്പോഴും 11 എന്ന നിയമം വ്യക്തമായി നിശ്ചയിച്ചിരുന്നില്ല. അപ്പൊ ഫുട്ബോൾ തുടങ്ങിയെന്നാണ് 1863 1870 ഇംഗ്ലണ്ടിലെ ക്ലബുകളും സ്കൂളുകളും 11 പേർ വീതം കളിക്കുന്ന രീതി വ്യാപകമായി അവർ സ്വീകരിച്ചു. അവർ കണക്കുകൾ കൂട്ടി, പഠിച്ചു, സയന്റിഫിക്കലായി ചിന്തിച്ചു, കായികമായി ചിന്തിച്ചു. അങ്ങനെയാണ് 11 പേർ വീതം എന്ന രീതിയായത്. അത് പിന്നീട് ലോകമെമ്പാടും ഒരു സ്റ്റാൻഡേർഡായി, നിലവാരമായി. ഒരു കാരണം ക്രിക്കറ്റ് ടീമുകളിലും 11 പേരായിരുന്നു. അതിന്റെ സ്വാധീനവും ഉണ്ടായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കാരണം ഇംഗ്ലണ്ടിലാണ് ക്രിക്കറ്റ് തുടങ്ങിയതല്ലേ. അപ്പൊ ക്രിക്കറ്റ് അതിനു മുമ്പേ ഉണ്ട്. അപ്പൊ ക്രിക്കറ്റിൽ 11 പേരായിരുന്നു. ആ ഒരു തലം വെച്ച് തന്നെയാണ് ഫുട്ബോളിനും 11 പേരായത്. അപ്പൊ ക്രിക്കറ്റും ഫുട്ബോളും തമ്മിൽ ബന്ധമുണ്ട് എന്നറിയുക. സെവൻസ് അത് എവിടെ നിന്ന് വന്നു? 7 എ സൈഡ്, സെവൻസ് ഫുട്ബോൾ, 7 എ സൈഡ് എന്നാണ് പറയുക. സെവൻസ് ഫുട്ബോൾ പിന്നീട് വിനോദത്തിനും ചെറിയ മൈതാനങ്ങൾക്കും വേണ്ടി രൂപപ്പെട്ട ഒരു വ്യത്യസ്ത ഫോർമാറ്റാണ് 7 ഫുട്ബോൾ. ചിലർ കരുതും ഇത് ആദിമകാലത്ത് 11 പേരായിരിക്കില്ല, 7 പേരായിരിക്കുന്ന. ആദിമകാലത്തിന്റെ രൂപമല്ല, അതിനുശേഷമാണ് ഇത് വരുന്നത്. ഇത് കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ മേഖലയിലാണ് സെവൻസ് ഫുട്ബോൾ വളരെ ജനപ്രിയമായത്. അത്ര വലിയ ഗ്രൗണ്ട് അവർക്ക് വേണ്ട. ആ ഒരു ചെറിയ ഗ്രൗണ്ടിൽ എത്രയോ ഗ്രൗണ്ടുകളാണ് അവിടെ ഉള്ളത്. ആ ഗ്രൗണ്ടിലെല്ലാം സെവൻസ് ആണ്. ഗാലറികൾ നിറഞ്ഞുണ്ടാവും. നാം കണ്ടു ഫാത്തിമ മൈക്ക എന്നുള്ള സിനിമ. അതിൽ കാണാം സെവൻസിന്റെ മനോഹാരിത. അതിൽ ഫാത്തിമ കല്യാണി പ്രിയദർശൻ കമന്റേറ്റർ ആയിട്ട് വരുമ്പോൾ നാം കാണുന്നു അവിടുത്തെ ആരവങ്ങൾ. അതുപോലെ തന്നെയായിരുന്നു സെവൻസ് അവിടെ. ഇപ്പൊ കേരളത്തെ ഫുട്ബോളിലേക്ക് വരാം. മലപ്പുറത്തുള്ളത്, അവിടെ രാത്രി മത്സരങ്ങളാണ് കൂടുതലും. ഫ്ലഡ് ലൈറ്റുകളുണ്ട്, ആയിരക്കണക്കിന് കാണികളുണ്ട്.
ഈ കല്യാണി പ്രദേശൻ കമന്റേറ്ററായിട്ട് വരുന്ന ആ ഒരു സിനിമയിലും ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന ആ ഒരു സിനിമയിൽ രാത്രികളിലാണ് അവിടെ മത്സരങ്ങൾ നടക്കുന്നത്. കാര്യം അവർ വർക്ക് കഴിഞ്ഞ് ഫ്രീ ആയിട്ട് വരുമ്പോഴാണ് അവിടെ നടക്കുന്നത്. അവിടെ ആയിരക്കണക്കിന് കാണികളാണ്, പ്രൊഫഷണൽ ക്ലബ്ബുകളാണ് അവിടെയുള്ളത്. അതുപോലെ അതിൽ വിദേശ താരങ്ങൾ, ചില സിനിമകൾ നമുക്ക് കാണുന്നുണ്ട്. ആ സിനിമകളിലേക്ക് വിദേശ താരങ്ങളെ അവരെടുത്തിട്ട് അവർ കളിക്കാൻ പോകുന്നുണ്ട്. വിദേശ താരങ്ങളെയും ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ താരങ്ങളെയും ഉൾപ്പെടുത്തിയാണ് മത്സരങ്ങൾ. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട് ജില്ലകളിൽ സെവൻസ് ഫുട്ബോളിന് വലിയ ജനപ്രീതിയുണ്ട്. ഫിഫ ഇത് അംഗീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇല്ല, ഫിഫ അംഗീകരിക്കുന്നില്ല. കേരളത്തിലെ പരമ്പരാഗത സെവൻസ് ടൂർണമെന്റുകൾ ഫിഫയുടെ ഔദ്യോഗിക മത്സരങ്ങളല്ല എന്നുകൂടി പറയുക. അവ പ്രാദേശിക സംഘാടകരുടെ നിയമപ്രകാരമാണ് നടത്തുന്നത്. എന്നാൽ ലോകത്ത് ഫിഫ അംഗീകരിക്കുന്ന 7 സൈഡ് മത്സരങ്ങൾ, അതായത് സെവൻസ് മത്സരങ്ങൾ ചില പ്രത്യേക വിഭാഗങ്ങളിൽ, ഉദാഹരണത്തിന് ചില പാരാ ഫുട്ബോൾ വിഭാഗങ്ങളിൽ നടത്താറുണ്ട്. കേരളത്തിൽ സെവൻസ് ഫുട്ബോൾ അത്രയും ജനപ്രിയമായതിനാൽ ചില ഗ്രാമങ്ങളിൽ ലോകകപ്പ് മത്സരങ്ങളെ പോലെ ആവേശത്തോടെ സെവൻസ് ടൂർണമെന്റുകൾ ആഘോഷിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തെ പലരും ഇന്ത്യയുടെ ഫുട്ബോൾ ഹൃദയം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അത് തന്നെയാണ്. കേരളത്തെയാണ് പലരും ഇന്ത്യയുടെ ഫുട്ബോൾ ഹൃദയം എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്ത ദിവസത്തെ വീഡിയോയിൽ നാം കാണാൻ പോകുന്നത് ഓരോ ലോകകപ്പിലും സ്റ്റാറായ ഒരു താരമുണ്ട്. അറിയാവോ ആ താരത്തെ? 2026 ട്രയോണ്ട. 1930 ആദ്യത്തെ ലോകകപ്പിൽ 12 സ്റ്റാർ. ആരാണത്? നമ്മുടെ ഫുട്ബോൾ. അതിലൂടെ നമുക്ക് ഫിഫയുടെ ചരിത്രങ്ങളിലേക്ക് എത്താം. ഫുട്ബോളിനെ പറ്റി ആണ് അടുത്ത വീഡിയോ. ഏവർക്കും നമസ്കാരം. വീണ്ടും നമുക്ക് കാണാം. എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും വരാം. കിക്ക് ഓഫ് 2026. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.